നമസ്കാരം. മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും കടുത്ത ആശങ്കകളിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ ഇറാനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ക്ലസ്റ്റർ ബോംബ് വാർ ഹെഡുകൾ ഉപയോഗിച്ചുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചു എന്നതാണ് അവരുടെ പ്രധാന ആരോപണം. യുദ്ധഭൂമികളിൽ വ്യാപകമായി നാശം വിതയ്ക്കാൻ കഴിയുന്ന ആയുധങ്ങളായ ക്ലസ്റ്റർ ബോംബുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഏറെ വിവാദ വിധേയങ്ങളാണ്. ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് സാധാരണ സൈനിക ലക്ഷ്യങ്ങൾ മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാകുമെന്നതിനാൽ നിരവധി രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ഇതിനെതിരെ ശക്തമായ നിലപാട് പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം മിസൈലുകളുടെ വാർഹെഡ് താഴേക്കിറങ്ങുമ്പോൾ തുറക്കുകയും ഏകദേശം 2.5 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളുള്ള 20 ചെറിയ ബോംബുകളായി മാറി ഏകദേശം 8 കിലോമീറ്റർ ചുറ്റളവിൽ ചിതറുകയും ചെയ്യുന്നു എന്നതാണ് IDF പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിലും 2025 ജൂണിലെ യുദ്ധത്തിലും ഇസ്രയേലിലേക്ക് ഇറാൻ നിരവധി തവണ ക്ലസ്റ്റർ ബോംബ് വാർ ഹെഡുകൾ വഹിച്ചുകൊണ്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി IDF തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യമനിലെ ഹൂതികളും കഴിഞ്ഞ വർഷം ഇസ്രയേലിലേക്ക് ക്ലസ്റ്റർ ബോംബ് വാർ ഹെഡുകൾ ഉപയോഗിച്ച് നിരവധി മിസൈലുകൾ വിക്ഷേപിച്ചതായി IDF പറയുന്നു. ഈ ആയുധങ്ങളുടെ കടന്നുവരവ് സംഘർഷത്തിന്റെ ഗതി മാറ്റുമെന്ന് സൈനിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്ത് ഒറ്റ സ്ഫോടനം നടക്കുന്നതിനു പകരം ക്ലസ്റ്റർ വാർ ഹെഡുകൾക്ക് വിശാലമായ മേഖലയിലുടനീളം നിരവധി ചെറിയ സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ സാധാരണക്കാർക്കുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇറാൻ ഈ കഴിവ് എങ്ങനെ വികസിപ്പിച്ചെടുത്തു എന്ന ചോദ്യം ഇസ്രയേലിനും US-നും മുന്നിലുണ്ട്. റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ സൈനിക സാങ്കേതിക കൈമാറ്റം നടന്നിരിക്കാമെന്നാണ് ഇസ്രയേൽ സംശയിക്കുന്നത്. ഫെബ്രുവരി 28 മുതൽ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ കുറഞ്ഞത് 11 പേർ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് വ്യത്യസ്ത അളവിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ക്ലസ്റ്റർ ബോംബ് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊട്ടാത്ത യുദ്ധോപകരണങ്ങൾ ഉയർത്തുന്ന അപകടങ്ങളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഗ്രാഫിക് മുന്നറിയിപ്പ് ഇസ്രയേൽ സൈന്യം പുറത്തിറക്കിയിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ ഇറാൻ ഇസ്രയേലിന് നേരെ കുറഞ്ഞത് 5 ക്ലസ്റ്റർ മിസൈലുകൾ തൊടുത്തുവിട്ടിട്ടുണ്ടെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയും. അത്തരം 2 മിസൈലുകൾ ചൊവ്വാഴ്ച ഇസ്രയേലിന്റെ മധ്യഭാഗത്ത് പതിച്ചു. ഈ ആക്രമണങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങളും പരിക്കുകളും വരുത്തിയതായും അധികൃതർ പറയുന്നുണ്ട്. ഈ ആരോപണം ശരിയാണോ എന്നതും അതിന്റെ സൈനിക രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ എന്തായിരിക്കും എന്നതും ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. പ്രദേശത്തെ നിലവിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ ഗുരുതരമാക്കാൻ സാധ്യതയുള്ള സംഭവമായതിനാൽ തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇസ്രയേൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം മധ്യപൂർവേഷ്യയിലെ സുരക്ഷാവസ്ഥയെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുള്ളവയാണ്. ഈ ആരോപണം സത്യമായിരിക്കുകയാണെങ്കിൽ അതിന്റെ സൈനികവും മനുഷ്യാവകാശപരമായ പ്രത്യാഘാതങ്ങൾ ഗൗരവമേറിയതായിരിക്കും. ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത് യുദ്ധഭൂമിയിലെ നാശനഷ്ടങ്ങൾ പലമടങ്ങ് വർദ്ധിപ്പിക്കുകയും യുദ്ധം അവസാനിച്ച ശേഷവും പൊട്ടാതെ ശേഷിക്കുന്ന സബ്മ്യൂണിഷനുകൾ കാരണം സാധാരണ ജനങ്ങൾക്ക് അപകടം ഉണ്ടാക്കുകയും ചെയ്യും. അതിനാലാണ് നിരവധി രാജ്യങ്ങൾ ഇത്തരം ആയുധങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര കരാറുകൾ രൂപീകരിച്ചത്. അതേസമയം ഇറാൻ ഈ ആരോപണങ്ങളെ എങ്ങനെ പ്രതികരിക്കുമെന്നതും അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കുമെന്നതും നിർണായകമാണ്. മധ്യപൂർവേഷ്യയിലെ നിലവിലെ സംഘർഷപരമായ അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പ്രതികരണങ്ങളും പ്രാദേശിക സംഘർഷങ്ങളെ കൂടുതൽ വ്യാപിപ്പിക്കാൻ ഇടയാക്കാം. ഇനി അടുത്തത് ആണവായുധത്തിലേക്കാണോ പോക്കെന്നതാണ് ഇതിനു പിന്നാലെ ലോകം മുഴുവൻ ഭയപ്പാടോടെ ചോദിക്കുന്ന ചോദ്യം.